വെൽക്കം ടു സ്റ്റോറി മങ്ക്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ നിയുക്ത MLA-മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല AICC പ്രസിഡന്റിനെ ഏൽപ്പിക്കുന്ന പ്രമേയം KPCC പ്രസിഡന്റ് ആ യോഗത്തിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിനെ പിന്താങ്ങി. ആ പ്രമേയം ഏകകണ്ഠമായി പാസാക്കി. അതിനുശേഷം AICCയുടെ നിരീക്ഷകരായെത്തിയ നേതാക്കൾ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഒപ്പം കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും MLA-മാരെ ഓരോരുത്തരെയായി കണ്ട് അവരുടെ അഭിപ്രായം, ആരാകണം നിയമസഭാ കക്ഷി നേതാവ് എന്നത് സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായം തേടുകയുണ്ടായി. അതിനുശേഷം പല വിധത്തിലുള്ള കണക്കുകൾ, പല ഗ്രൂപ്പുകൾ, 3 നേതാക്കളാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് മുഖ്യമായും ഉയർത്തിക്കാണിക്കപ്പെടുന്നത്. അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ അവർ പല കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 45 MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. 30 മുതൽ 35 വരെ MLA-മാരുടെ പിന്തുണ VD സതീശനുണ്ട് എന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. 25 MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന വിഭാഗം പറയുന്നു. എന്തായിരിക്കും മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള AICC നേതൃത്വത്തിൻ്റെ തെരഞ്ഞെടുപ്പ്? ആ തെരഞ്ഞെടുപ്പ് ഏതാണെങ്കിലും എന്തായിരിക്കും കോൺഗ്രസിലും UDF-ലും സംഭവിക്കുക? ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബഷീർ, KC വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. മറ്റ് 2 നേതാക്കളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ്, വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടുള്ളൊരു ക്ലെയിം അവർക്കാണ് എന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും KC വേണുഗോപാലിനെ നമുക്ക് പൂർണ്ണമായും മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ. AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിൽ നേരത്തെ മന്ത്രിയായതാണ്, MLA ആയതാണ്, ഇപ്പോൾ MP ആണ്. ആ നിലയ്ക്ക് കേരളത്തിലെ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 3 പേരെയും നമ്മൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി KC വേണുഗോപാൽ ഒരു ചോയ്സായിട്ട് AICC നേതൃത്വം തീരുമാനിക്കുകയാണെങ്കിൽ, ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ, അത് ഉണ്ടാക്കാനിടയുള്ള സിനാരിയോ അതെങ്ങനെയായിരിക്കും? KC വേണുഗോപാലിന് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കേണ്ടതുണ്ട്. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അവിടെ പറയുന്നൊരു കാര്യം, KC വേണുഗോപാൽ ഇങ്ങനെ കെട്ടിയിറക്കപ്പെടുകയാണ്. അങ്ങനെ കെട്ടിയിറക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കില്ല എന്ന മട്ടിലുള്ളൊരു ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മൾ ഈ 3 പേരുടെയും ചാൻസസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് സിനാരിയോ നോക്കുകയാണെങ്കിൽ, KC വേണുഗോപാലിൻ്റെ സാധ്യതയും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള പ്രത്യാഘാതങ്ങളും അതെത്രയായിരിക്കും? ഒന്ന്, LDF-നെ പരാജയപ്പെടുത്തി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മാസങ്ങൾക്കകം തന്നെ അവർ എക്സ്പോസ് ചെയ്യപ്പെടും എന്നും അവരവരുടെ പഴയ ഈ ഗ്രൂപ്പ് വൈരത്തിൻ്റെയും അധികാര വടംവലിയുടെയും അതോടൊപ്പം തന്നെ വ്യക്തിഗതമായ ഓരോരുത്തർ ഓരോ തുരുത്തായി നിന്ന് അവരവരുടെ കാര്യസാധ്യം നടത്തുന്നതിൻ്റെയും ഒക്കെ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകും എന്നുമുള്ള വിമർശനം യഥാർത്ഥത്തിൽ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ KC വേണുഗോപാൽ നമ്പർ വെച്ച് നിയമപരമായി ചെയ്യേണ്ടതുപോലെ ചെയ്തു പോവുകയാണ്, വ്യവസ്ഥാപിതമായി അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിന് ഒരു തടസ്സവുമില്ലാത്ത സാഹചര്യം വന്നിരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ 45 പേരുടെ, കോൺഗ്രസ് MLA-മാരിൽ 45 പേരുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അത് ഏറെക്കുറെ ശരിയാണ് താനും. കാരണം സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിൽ അദ്ദേഹം തന്നെ ഇടപെട്ട് തനിക്ക് അനുകൂലമായ ഒരു സംഘത്തെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും അത്തരമൊരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ജനഹിതത്തിന് മേലെയുള്ള ഒരു മോക്കറിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. യഥാർത്ഥത്തിൽ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ അക്കാര്യം ജനങ്ങളോട് നേരത്തെ പറയേണ്ടതായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾക്ക് ഒരു അടിയന്തര സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ഭരണഘടനാ വ്യവസ്ഥ അവിടെയുണ്ട് എന്നത് ശരിയാണ്. മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും നിലവിൽ MLA സ്ഥാനം ആവശ്യമില്ല. 6 മാസത്തിനകം ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വിജയിച്ചാൽ മതി എന്ന സാഹചര്യമുണ്ട്. അത് വ്യവസ്ഥ, അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ. പക്ഷേ ആ വ്യവസ്ഥ കേരളത്തിലും ഇതിനു മുമ്പ് നടപ്പാക്കിയിട്ടുണ്ട്. നായനാരുടെ കാര്യത്തിൽ അദ്ദേഹം ഇലക്ട് ചെയ്യപ്പെടാതെയാണ് മുഖ്യമന്ത്രിയായത്. പിന്നീട് തലശ്ശേരിയിൽ മത്സരിക്കുകയാണ്. AK ആൻ്റണി തിരൂരങ്ങാടിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് ആണ് മുഖ്യമന്ത്രി പദം ഉറപ്പിച്ചത്.
പക്ഷേ അങ്ങനെ ഒരു സാഹചര്യവും നിലവിൽ കേരളത്തിലില്ല. ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ആരെയാണ് എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുമില്ല. ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കിടയിൽ അക്കാര്യത്തിൽ ഒരു ഭിന്നതയുണ്ടാകേണ്ട സാഹചര്യവുമില്ല. വി ഡി സതീശൻ്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുക എന്നത് സ്വാഭാവികമായൊരു നീതിയാണ് ജനങ്ങളോടുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ആ ജനവിധി കൊള്ളയടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ തിരിച്ചടി മന്ത്രിസഭാ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് കൊടുത്തു തുടങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അത് പറയുമ്പോഴേ അതങ്ങനെ ആയിരിക്കും തന്നെ. ഈ നമ്മൾ ഈ പൊതുവികാരം, ജനവികാരം എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും ആ പാർട്ടിയെ സംബന്ധിച്ചും അതിലുള്ള നേതാക്കളെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക, അതിനെ മുന്നിൽ നിന്ന് നയിക്കുക, അതിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുക, വിജയിച്ചു വരിക എന്ന് പറയുമ്പോൾ ആ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള മികവ് കൂടിയായിട്ട് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അതിലൊക്കെ മുന്നിൽ നിന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാലിൻ്റെ ഒരു സാധ്യതയെ നമുക്ക് പൂർണ്ണമായും തള്ളാൻ പറ്റില്ല. പൊതുവികാരം കെ സി വേണുഗോപാൽ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ വരാതിരുന്നത്? കെ സി വേണുഗോപാൽ ആലപ്പുഴയിലോ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലോ മത്സരിച്ച് MLA ആയി ലെജിസ്ലേറ്റർ പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം മത്സരിക്കാതിരുന്നത് തോറ്റുപോകും എന്ന ഭീതി കൊണ്ടാണ്. അദ്ദേഹം ജയിക്കുമായിരിക്കും, പക്ഷേ UDF ജയിക്കാൻ അത് മതിയാവില്ല എന്ന പാർട്ടിക്കകത്തെ ബോധ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ മത്സരരംഗത്ത് നിന്ന് മാറിയത്. കെ സി വേണുഗോപാൽ ഉൾപ്പെടെ MP-മാരെ മത്സരിപ്പിക്കണം എന്ന ഒരു പ്രപ്പോസൽ വരികയും അത് തള്ളപ്പെടുകയുമാണ്. അപ്പോൾ ജനങ്ങളുടെ വിധി എന്നത് അവിടെ വേറെ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഒരു ആരവം മാത്രമല്ല, അല്ലാതെ തന്നെ ജനവിധി എന്നത് വി ഡി സതീശനോടൊപ്പമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ CPIM ഇതിനെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത് ഇതൊരു കമ്മ്യൂണൽ പോളറൈസേഷനാണ് തങ്ങൾക്കെതിരെ ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എന്ന മട്ടിലാണ് CPIM സംസാരിക്കുന്നത്. പക്ഷേ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പുകളെ അവലോകനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും, മോഡി കാലത്തിന് ശേഷമുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ വിധി മുഴുവൻ കേരളത്തിൻ്റെ മതേതര സ്വഭാവം നിലനിർത്താനുള്ള ഭൂരിപക്ഷ വിധിയായിരുന്നു. 2014 19 21 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതോടൊപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഈ വിധിയും യഥാർത്ഥത്തിൽ അതുതന്നെയാണ്. അതിലേക്ക് നയിച്ച നേതാവാര് എന്ന ചോദ്യത്തിൻ്റെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, വി ഡി സതീശനാണ്. കാരണം വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം വളരെ വിഷലിപ്തമായ കാര്യങ്ങൾ പറഞ്ഞ് സാമൂഹിക അന്തരീക്ഷം കലുഷമാക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ നിന്ന് മറ്റൊരാളും ഉണ്ടായിരുന്നില്ല, വി ഡി സതീശൻ ഒഴികെ. അതായത് തോൽക്കും എന്ന ഒരു റിസ്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ അവിടെ വെച്ച് ചോദ്യം ചെയ്യാനും ആ നിലപാടിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയാനും മറ്റൊരു നേതാവും ഉണ്ടായിരുന്നില്ല. വി ഡി സതീശനാണ് ആ ഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള സാമുദായിക സംഘടനകളെയും തള്ളിപ്പറഞ്ഞു എന്നല്ല, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. അങ്ങനെ ഒരു പാർട്ടിയുടെയോ മുന്നണി സർക്കാരിൻ്റെയോ നയനിലപാട് തീരുമാനിക്കുന്ന തരത്തിലേക്ക് സമുദായ സംഘടനകൾ വരേണ്ടതില്ല എന്ന് അസന്നിഗ്ധമായി സതീശൻ പ്രഖ്യാപിച്ചു. സതീശൻ്റെ ആ നിലപാടിനുള്ള പിന്തുണ കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ ഒരേ ഒരാൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഒരു മുഖ്യമന്ത്രി പദത്തിൽ ലെജിറ്റിമസി ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഘടനാപരമായും സാങ്കേതികമായും നിയമപരമായും ആർക്കുമാകാം, പക്ഷേ ജനവിധി എന്നത് വി ഡി സതീശൻ. അതങ്ങനെ ആയിരിക്കെ തന്നെ ഒരു വേറൊരു സിനാരിയോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗം ചേരുമ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ നിയമസഭാംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കൊരു തുടർച്ച രമേശ് ചെന്നിത്തലയ്ക്ക് വേണം എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്ന് റിപ്പോർട്ടുകൾ വന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. അത് സംബന്ധിച്ചിപ്പോൾ നമ്മളുടെ ഇൻ്റർവ്യൂവിൽ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യം, അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് മാറിക്കൊടുക്കുമായിരുന്നല്ലോ, അതെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ സിനാരിയോ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ
ഭൂരിപക്ഷം MLA-മാരും അല്ലെങ്കിൽ നിയമസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പ്രതിനിധികളിൽ ഭൂരിപക്ഷം പേരും KC വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞാൽ പോലും അതിനെ മറികടന്നുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. അതെടുക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. പക്ഷെ മറിച്ചാണെങ്കിൽ നിയമസഭാംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും KC വേണുഗോപാലിൻ്റെ പേര് പറയുന്നു എന്നുള്ളത് കൊണ്ട് KC വേണുഗോപാലിനെ നിശ്ചയിക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊതുവിൽ പറയപ്പെടുന്നത് പോലെ കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാനുള്ള സാധ്യത പോലും വളരെ ചുരുക്കമാണ് എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും, 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അതിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് പോലും KC വേണുഗോപാലിന് മുന്നിൽ വലിയ വെല്ലുവിളിയായിരിക്കും എന്നൊരു വ്യാഖ്യാനമുണ്ട്. അതിനോട് എങ്ങനെയാണ് ബഷീർ യോജിക്കുന്നുണ്ടോ? കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അവർക്ക് ഏതൊരു സ്ഥാനാർത്ഥിയെയും നിർത്തി വിജയിപ്പിക്കാവുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിന് ഒരുപാട് മണ്ഡലങ്ങൾ ആ തരത്തിലുണ്ട്. നേരത്തെ ആൻ്റണി മത്സരിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിഞ്ഞ് അവിടെ ഒന്ന് മത്സരിക്കുകയായിരിക്കും ഏറ്റവും സേഫായിട്ടുള്ള വഴി. അതല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കൂർ പോലെയുള്ള കോൺഗ്രസിൻ്റെ വളരെ സ്ട്രോങ് ആയ തൃക്കാക്കര പോലെയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ MLA രാജിവെപ്പിച്ച് അവിടെ മത്സരിക്കുക എന്ന ഒരു പരീക്ഷണം നടത്താം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്ക് തോന്നുക പണ്ട് ചേലക്കരയിൽ മുരളീധരന് സംഭവിച്ചതുപോലെ വടക്കാഞ്ചേരിയിൽ മുരളീധരന് സംഭവിച്ചതുപോലെ സംഭവിക്കാം. മത്സരിച്ച് പരാജയപ്പെട്ടു പോകാം. മുഖ്യമന്ത്രിയായിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. 6 മാസത്തിനകം ജനഹിതം ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യപ്പെടണം, അതിൽ വിജയിക്കണം. ആ സാഹചര്യം പോലും ഉണ്ടായാൽ അതിനെക്കൂടി ആശങ്കയോടെ കാണണം കോൺഗ്രസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിധത്തിലുള്ള ജനവിധിക്ക് ഒരു സ്വഭാവം. അവിടെ വേറൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഒരു 102 സീറ്റുമായിട്ട് UDF അധികാരത്തിലേക്ക് വരുന്നു, പുതിയ മുഖ്യമന്ത്രി വരുന്നു. പുതിയ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ മന്ത്രിസഭ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കാൻ പോകുന്ന ചില തീരുമാനങ്ങൾ, ഇപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ പല പ്രഖ്യാപനങ്ങളും, ഇപ്പോൾ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര, അതുപോലെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കൽ, ഇത്തരം തീരുമാനങ്ങൾ എടുക്കുകയും വളരെ പെട്ടെന്ന് ഒരു പ്രതിച്ഛായ നിർമ്മിതിയിലേക്ക് കടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ അപ്രസക്തമായി പോകുമല്ലോ. ഈ പൊതുവികാരം എന്നുള്ളതൊക്കെ വളരെ പെട്ടെന്ന് അപ്രസക്തമാക്കാൻ സാധിക്കും. പ്രതിച്ഛായ ഇല്ലാത്തത് കൊണ്ടല്ല പിണറായി വിജയൻ തോറ്റത്. യഥാർത്ഥത്തിൽ പ്രതിച്ഛായ ഇല്ലാത്തത് കൊണ്ടല്ല LDF സർക്കാർ. പ്രതിച്ഛായ എന്ന് ഞാൻ പറഞ്ഞ വികസനവുമായി ബന്ധപ്പെട്ട, അതല്ലെങ്കിൽ ഒരു ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മികവ് കുറവ് കൊണ്ടല്ല യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തോറ്റത്. ആ ജനവിധിയുടെ അതിൻ്റെ ഒരു പൂർണ്ണമായ ഉള്ളടക്കം എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ജനവിധി വളരെ കാറ്റഗറിക്കലായ ജനവിധി, വലിയ മാഗ്നിറ്റ്യൂഡുള്ളൊരു ജനവിധി. ഇപ്പോൾ 1960-ലാണ് 63 സീറ്റ് ഇതിനു മുമ്പ് കോൺഗ്രസ് നേടിയത്. ഇത് അന്നത്തെ നിയമസഭയിലെ അംഗത്വം സീറ്റിൻ്റെ എണ്ണം കുറച്ച് കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതേ അംഗസംഖ്യ 63 സീറ്റോടുകൂടി UDF രൂപവൽക്കരിച്ചതിന് ശേഷം ആദ്യമായി അധികാരത്തിലേക്ക് വരുന്നു. ആ ജനവിധി വളരെ ക്ലിയറാണ്. ജനം വളരെ കൃത്യമായി തന്നെ അക്കാര്യം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. നിലപാടുകളാണ് ഈ ഫ്രീ ബീസിനേക്കാൾ കൂടുതൽ, അതല്ലെങ്കിൽ വികസനത്തിൽ നിങ്ങളുടെ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ നിലപാടുകൾ കൂടിയാണ് എന്നതിനു കൂടിയുള്ള ജനവിധിയാണിത്. അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റായി ഇപ്പോൾ മുഖ്യമന്ത്രി പദം KC വേണുഗോപാൽ ഏറ്റെടുത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുത്ത ഉടനെ തന്നെ ചില തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ചില വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന വിധത്തിൽ ഉള്ള നടപടികൾ ഉണ്ടായാൽ അതൊരു വലിയ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ ഈസിയായി കടന്നുകൂടുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിലും ഈ ഒരു പരാജയത്തിൻ്റെ ഭീതി നിലനിൽക്കുന്നു. ഞാൻ പറഞ്ഞത് വലിയ തോതിൽ ഏതെങ്കിലും ഒരു അത്തരത്തിൽ ഒരു തരത്തിലും പരാജയപ്പെടില്ല എന്ന മണ്ഡലം തെരഞ്ഞു പിടിച്ച് മത്സരിച്ചാലല്ലാതെ ഈ ജനവിധി അട്ടിമറിക്കപ്പെട്ടാൽ KC വേണുഗോപാലിന് ജയിച്ച് കയറുക എളുപ്പമായിരിക്കും. റൈറ്റ്. ഇപ്പുറത്ത് നമ്മൾ VD സതീശൻ്റെ കാര്യം എടുത്താൽ മുഖ്യമന്ത്രി പദമില്ലെങ്കിൽ പിന്നെ ഈ മന്ത്രിസഭയിലേക്കില്ല എന്നൊരു പൊസിഷൻ അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്ന് വാർത്തകളിൽ കാണുന്നുണ്ട്. അതൊന്നും അദ്ദേഹം പരസ്യമായി പറഞ്ഞ കാര്യങ്ങളല്ല, അദ്ദേഹം കേന്ദ്ര നിരീക്ഷകരെ അറിയിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ മുഖ്യമന്ത്രി പദമില്ലെങ്കിൽ വളരെ കടുത്ത ഒരു തീരുമാനത്തിലേക്കൊക്കെ VD സതീശൻ പോവുക എന്നുള്ളത് എത്രത്തോളം പോസിബിളാണ്? അതിനൊരു ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിയമസഭാ കക്ഷി നേതാവിനെ AICC അധ്യക്ഷൻ തിരഞ്ഞെടുക്കും എന്ന പ്രമേയം KPCC പ്രസിഡന്റ് അവതരിപ്പിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്.
ഏകകണ്ഠമായിട്ടാണ് ആ പ്രമേയം പാസ്സാക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും AICC പ്രസിഡന്റ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം VD സതീശൻ ഉണ്ടാവും സ്വാഭാവികമായും. ഇത്രയും വലിയൊരു വിജയത്തിന് ശേഷം വളരെ അതൃപ്തിയോടുകൂടി ചില തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് VD സതീശനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല. അതേസമയം മറ്റൊന്നുണ്ട്, VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം 2011 ഒരുപക്ഷെ ഷൂറായിരുന്നൊരു മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട ആളാണ്. പാർട്ടിയിൽ പല പദവികളും ഓഫർ ചെയ്യപ്പെടുകയും അവസാന നിമിഷം ഒഴിവാക്കപ്പെടുകയും ചെയ്ത ആളാണ്. ആ അതൃപ്തി അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ ഈ അതൃപ്തി നിലനിർത്തിക്കൊണ്ട് തന്നെ പാർട്ടിയുടെ ഭാഗമായി സഞ്ചരിക്കുക എന്ന ഒരു നിർബന്ധിതാവസ്ഥയിലേക്ക് ഖാർഗെയെ ഏൽപ്പിച്ചിരിക്കുകയാണ് തീരുമാനമെടുക്കാൻ. അതല്ലെങ്കിൽ കൺസൾട്ടേഷന് ശേഷം ഖാർഗെയുടെ ഒരു തീരുമാനം എന്ന മട്ടിലൊരു തീരുമാനം നടപ്പാക്കപ്പെടും. മുഖ്യമന്ത്രിയുടെ ചോയ്സിൻ്റെ കാര്യത്തിൽ, മുഖ്യമന്ത്രി ആര് എന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാതിരിക്കാൻ VD സതീശന് കഴിയില്ല. കാരണം അത് അയാളുമായി ബന്ധപ്പെട്ട അദ്ദേഹമാണല്ലോ ഓരോ ഓപ്ഷൻ. അതുകൊണ്ട് മുഖ്യമന്ത്രി, ഇപ്പോൾ വേണുഗോപാലാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചാലും രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാലും അത് അംഗീകരിക്കാതിരിക്കുക, അതിനോട് റിവോൾട്ട് ചെയ്യുക എന്നത് സാധ്യമല്ല. കാരണം അദ്ദേഹം തന്നെ പിന്താങ്ങിയൊരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം വരികയാണ്. പക്ഷേ രമേശിന് മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്, സതീശന് മുമ്പിൽ മറ്റു ഓപ്ഷൻസ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാം. അതാണ് ഈ വാർത്തകളിൽ വരുന്ന കാര്യം. മന്ത്രിസഭയിലേക്ക് ഉണ്ടാവില്ല, മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഉണ്ടാവില്ല എന്നത് ഒരു തീരുമാനം എന്ന നിലയിൽ അദ്ദേഹം വ്യക്തിഗതമായി എടുത്താൽ അതാണ് ഏറ്റവും വലിയ ക്രൈസിസായി തീരാൻ പോകുന്നത്. കാരണം നേരത്തെ സംഭവിച്ചതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും തുടർന്നും സതീശനും, അതിപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും സഹകരിച്ചു പോവുക തന്നെയാണ് ചെയ്തത്. അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേറെ വഴിയൊന്നുമില്ല താനും. പക്ഷേ ഇത്തവണ സതീശന് ഈ മുഖ്യമന്ത്രി പദം നിഷേധിക്കപ്പെടുകയും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ഒരു തീരുമാനം നടപ്പാക്കപ്പെടുകയും ചെയ്താൽ, അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് സ്വമേധയാ മാറി നിൽക്കുകയാണ് എന്ന് തീരുമാനിച്ചാൽ അതൊരു നിതാന്തമായ ക്രൈസിസ് ആയിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്. അതൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി രൂപം കൊള്ളാനുള്ള സാധ്യതയും ഇല്ലാതില്ല. നമ്മൾ ഈ സംസാരിച്ച കൂട്ടത്തിൽ ഈ ആദ്യം പറഞ്ഞ രണ്ട് പേരുകാർ KC വേണുഗോപാലും VD സതീശനും, അവരാണ് കൂടുതൽ MLA-മാരുടെ നമ്പർ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്, കൂടുതൽ വിസിബിളായി ക്യാമ്പയിൻ ചെയ്യുന്നത്, ഫ്ലെക്സ് ബോർഡുകളിലൂടെ, പ്രകടനങ്ങളിലൂടെ, സ്വീകരണ ഘോഷയാത്രകളിലൂടെ ഒക്കെ വിസിബിളായി ക്യാമ്പയിൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേർ തന്നെയാണ്. അതിൽ ബഷീർ നേരത്തെ സൂചിപ്പിച്ച പോലെ സതീശനാണ് ഒരു ക്ലെയിമിൻ്റെ കാര്യത്തിൽ കുറെ കൂടെ ലെജിറ്റിമസി ഉള്ള ലീഡർ എന്ന് പറയുന്ന ഒരു പക്ഷേ സതീശനായിരിക്കും. ഇതിനിടയിൽ ക്ലെയിം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ 23 MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് രമേശ് ചെന്നിത്തല പക്ഷം അവകാശപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല അത്ര വിസിബിളായി ഈ ക്യാമ്പയിൻ നടത്തുന്നതായിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. വലിയ തോതിൽ അദ്ദേഹത്തിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ വരുന്നില്ല, അദ്ദേഹത്തിന് വലിയ സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നില്ല, അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ സ്വീകരിക്കാൻ വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. പക്ഷേ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിലേക്ക് ഏറ്റവും അധികം യോഗ്യനായ ഒരാൾ താനാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോൾ VD സതീശനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏകീകരണം പാർട്ടിക്കകത്തുണ്ടെങ്കിൽ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റായി വരാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മൾ കേട്ടിരുന്നത്, യഥാർത്ഥത്തിൽ ആദ്യമുണ്ടായിരുന്ന ചിത്രം സതീശനും രമേശ് ചെന്നിത്തലയും ഒന്നാണ്, ഒരു പക്ഷത്താണ്. അവർ ഏകോപിതമായൊരു തീരുമാനമെടുത്തും ഒരു സമവായത്തിലൊരു തീരുമാനമെടുത്ത് പോകാനാണ് സാധ്യത എന്നായിരുന്നു. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിലേക്ക് എത്തുമ്പോൾ ആ സാധ്യത അവസാനിച്ചിരിക്കുന്നു. കുറേ കൂടി ഒരു വലിയ നല്ല പ്രോക്സിമിറ്റി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിലുണ്ടായിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. ആ തരത്തിൽ ഏതെങ്കിലും ഒരു ചേരുവയുടെ ഭാഗമായി, ഒരു റീഅലൈൻമെൻറ്റിൻ്റെ ഭാഗമായി രമേശ് ചെന്നിത്തല ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റായി വരികയാണെങ്കിൽ അതിനുള്ള സാധ്യത അവിടെ തള്ളിക്കളയാൻ ഇപ്പോഴും കഴിയില്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുക എന്നതാണ് ഒരു ദുർഘടമായി നിൽക്കുന്നത് എന്നാണ്. സംഘടനാ ബലം എന്നതും MLA-മാരുടെ എണ്ണം എന്നതും അവിടെ ഉണ്ടെങ്കിൽ തന്നെ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ പ്രതിസന്ധി എന്നത് വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടാൻ നിരീക്ഷകർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വാർത്ത വരുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കളുമായിട്ട് സംസാരിക്കാൻ നിരീക്ഷകർ തയ്യാറാകുന്നു എന്നും വരുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ലീഡർഷിപ്പ് കാണിക്കുന്ന ഒരു വിഡ്ഢിത്തമായിട്ട് കാണണോ?
സ്വന്തം കാര്യം തീരുമാനിക്കാൻ മുമ്പിലുള്ള ഒരു വഴിയായിരിക്കും അത്. അതായത് MLA-മാരുടെ എണ്ണം എന്നത് വളരെ നിർണായകമായൊരു സംഗതിയാണല്ലോ. ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടിയിൽ ഒരാൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞുണ്ട്. അപ്പോൾ അതിനപ്പുറത്തുള്ളൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നു എന്ന് വന്നാൽ, അതായത് പാർലമെൻ്ററി പാർട്ടിയുടെ ഭൂരിപക്ഷത്തെ മറികടന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ അതിനൊരു കാരണം പറയേണ്ടതുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി നിർണായകമാണ് എന്ന് പറയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അതെന്താണ് എന്ന് നോക്കേണ്ടതുണ്ട്. ഒരു തീരുമാനമെടുക്കുകയും ഇമ്മീഡിയറ്റായി ഒരു രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്താൽ, ഒരുപക്ഷെ സതീശൻ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുന്ന അതുപോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി UDF-നകത്ത് രൂപപ്പെടുകയും ചെയ്താൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ ഘടകകക്ഷികളെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതൊരു തങ്ങളുടെ ആഭ്യന്തര കാര്യത്തിലേക്ക് ഇടപെടാനുള്ള ഒരു വഴിയൊരുക്കലാണ് എന്ന് പറയുന്നതിനേക്കാൾ, പക്ഷേ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ വഴിയൊരുക്കല്ല സത്യത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു വഴിയൊരുക്കലുമില്ല. ഇവരാരും കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടും എന്ന് നമ്മൾ കരുതേണ്ടതുമില്ല. കാരണം 63 സീറ്റുണ്ട് കോൺഗ്രസ്സിന്, കേവല ഭൂരിപക്ഷത്തേക്കാൾ 9 സീറ്റ് മാത്രം കുറവ്. അതുകൊണ്ട് കോൺഗ്രസ് വളരെ കംഫർട്ടബിളാണ്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ CMPയോ അല്ലെങ്കിൽ RSPയോ ഒന്നും ഇടപെടാനുള്ള യാതൊരു സാധ്യതയും ഇപ്പോഴത്തെ ഘട്ടത്തിലില്ല. 72 സീറ്റുണ്ടായിരുന്ന 2011 സാഹചര്യമല്ല 2026. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഇല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അനാവശ്യമായ ചില വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കാൻ പാകത്തിലേക്ക് ഇത്തരം കൂടിയാലോചനകൾ പോകാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട്. തീരുമാനമെടുത്തത് മറ്റു ചിലരാണ് എന്ന് അതിലേറ്റവും ആദ്യം വരെ മുസ്ലിം ലീഗിൻ്റെ പേരായിരിക്കും. അതായത് ഈ നേരത്തെ മുതൽ തന്നെ ഒരു ക്യാമ്പയിനുണ്ട്, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കുക മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ള ഒരു വ്യാഖ്യാനം അവിടെയുണ്ട്, അല്ലെങ്കിൽ പ്രചാരണം അവിടെയുണ്ട്. ഈ ഒരു പ്രാക്ടീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തീരുമാനമെടുത്താലും അതിൻ്റെ പഴി ഈ പറയുന്ന ഘടകകക്ഷികളുടെ കൂടെ മേൽ വരിക എന്ന് പറയുന്ന ഒരു അപകടം സംവിധാനം ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു താൽക്കാലിക സംവിധാനമല്ലല്ലോ. കാലങ്ങളായി ഒരു ബൈപ്പോളർ ഇലക്ഷൻ നടക്കുന്നു, അതിൽ LDF-ഉം UDF-ഉം എന്നതാണ്. അപ്പോൾ UDF-ന് യഥാർത്ഥത്തിൽ ഒരു മുന്നണി സംവിധാനം എന്നതിനേക്കാൾ ഒരു കൃത്യമായ നിലപാടുള്ള ഒരു രാഷ്ട്രീയ ചേരി എന്ന സ്വഭാവം UDF-ന് കൈവന്നിട്ടുണ്ട്. അതിനകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികളുമായുള്ള കൺസൾട്ടേഷൻ അതിൻ്റെ പാർട്ടാണ്. അത് കൊല്ലങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി അതങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഒരൊറ്റ കാര്യത്തിൽ ഈ ഒരു കൺസൾട്ടേഷൻ നടക്കുന്നു എന്നത് ഏതെങ്കിലും രീതിയിൽ മറ്റൊരു രീതി ഈ പറഞ്ഞ വിധത്തിൽ ഈ ഒരൊറ്റ കാര്യത്തിൽ അത് ഒരു വിപരീതമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മുസ്ലിം ലീഗിനെ ചൊല്ലി ഒരു പക്ഷേ അത് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയമായ ഒരു തീരുമാനങ്ങളോ അതല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ KC വേണുഗോപാൽ ഒരു MLA-മാരുടെ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഇല്ലാതെ തന്നെ KC മുഖ്യമന്ത്രിയാകുന്നു എന്ന് വെക്കുക, അക്കാര്യത്തിൽ ലീഗിനൊരു പങ്കുണ്ട് എന്ന ഒരു ധാരണ പടർന്നു എന്ന് നോക്കുക, അവിടെ പ്രശ്നം വരും. അതേസമയം ഇത് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നില്ല ആ തരത്തിൽ ലീഗിൻ്റെ അഭിപ്രായം ചോദിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു അധിക പ്രതിസന്ധിയാണ് എന്ന്. അതൊരു സമവായത്തിനോ അതല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം നടപ്പാക്കുന്നത് ഫുൾ പ്രൂഫ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. റൈറ്റ്. എന്തായാലും കോൺഗ്രസ് 63 സീറ്റുണ്ട് കോൺഗ്രസ്സിന് വരുന്ന നിയമസഭയിൽ. ഇനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന സഭയിൽ UDF-നാകട്ടെ 102 സീറ്റ്. വലിയ വിജയം നേടിയതിന് ശേഷം ആരാകണം നിയമസഭാ കക്ഷിയുടെ നേതാവ് എന്ന് തീരുമാനിക്കുക എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ അവകാശവും അധികാരവുമാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെടണം. അതാരാണെങ്കിലും അത് ആ പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്വവും ആ പാർട്ടി ജനവിധിയോട് കാണിക്കുന്ന ഒരു പ്രതികരണവുമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയും വരും. എന്ത് തീരുമാനമെടുത്താലും അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചുമലിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായം അറിയിച്ചാലും കോൺഗ്രസ് നേതൃത്വമായിരിക്കും അവരുടെ നേതാവാര് എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് വസ്തുത. ആ തീരുമാനം പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും അത് ആരെ എടുത്താലും പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാകും എന്നുള്ള വസ്തുതയുണ്ട്. ആര് എങ്ങനെ തീരുമാനമെടുത്താലും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങൾ അത് കോൺഗ്രസിൻ്റെ മാത്രം ഉത്തരവാദിത്വമായി തുടരുകയും ചെയ്യും. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.